ട്രിപ്ലോണിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണം, നമ്മുടെ കൂടെ പിടിച്ചു. ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തത്. പക്ഷേ വീട്ടിലൊക്കെ ആഘോഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാന്നുള്ള രീതി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരോടും ആലോചിച്ചു, എന്നാൽ പിന്നെ പോയേക്കാന്നുള്ള രീതി. എന്നാൽ പിന്നെ മച്ചാനായിട്ട് പിന്നെ നമ്മൾ കയറി ഇടുക്കിയിൽ അടുത്ത് തന്നെ കിടക്കുന്ന മൂന്നാർ പോയിട്ട് മൂന്നാറൊന്ന് ആഘോഷിച്ച് അതിൽ മലമുകളിൽ പോയിട്ട് അതിൻ്റേതായ രീതിയിലുള്ള ഒരു ചെറിയ പരിപാടി കാഴ്ചവെക്കാന്നുള്ള കണക്കൂട്ടലിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പം നമ്മുടെ കൂടെ ക്യാമറമാൻ സനുണ്ട്, പിന്നെ ടോം സാറിൻ്റെ അമ്മയുണ്ട്, എൻ്റെ വൈഫുണ്ട്, ഞാനുണ്ട്, പിന്നെ എൻ്റെ അളിയനുണ്ട്. അപ്പം നമ്മൾ ഒരു 6 പേരുണ്ട്. 6 പേര് ഗ്രൂപ്പായിട്ട് നമുക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പോട്ടിട്ട് നമ്മൾ കയറും. സ്പോട്ടിന് ഒരു വൈകുന്നേരം ഒരു 3 മണി 4 മണിയായി പോകാമെന്നുള്ള കാര്യം. വീട്ടിൽ എല്ലാ പരിപാടിയും വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ വിട്ടേക്കാമെന്ന് വെച്ചു. അങ്ങനെ വിട്ടു. നമ്മൾ മൂന്നാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ ഒന്നും പറയാണ്ടല്ലോ. ഇപ്പോഴത്തെ വെയിലും ചൂടും നിങ്ങൾക്കറിയാലോ, കരിഞ്ഞു പോണ അവസ്ഥ, ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ പ്രതീക്ഷിച്ച എൻജോയ്മെൻറ്റ് കിട്ടിയില്ല. അടുത്ത ലൊക്കേഷൻ പിടിച്ചു കാന്തല്ലൂർ ഇരിക്കട്ടെ. അങ്ങനെ കാന്തല്ലൂർ പോകണം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റിന് അവിടെയൊക്കെ എത്തുമ്പോൾ ചേച്ചിമാർ നമ്മുടെ മലയാളീസ് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, മീൽസ് ഉണ്ട്, റെഡിയാണ്, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ചേച്ചിമാരൊക്കെ ഉണ്ട്. നമ്മളവരൊന്നും നോക്കിയില്ല. പിന്നെ നമുക്ക് അത്ര തൃപ്തി നമ്മൾ വിട്ടുപോയ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിൽ കൂടെ ഒരു മാത്രമേ ഉണ്ട്. അത് പൊള്ളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഞങ്ങൾ കാട്ടുപോത്തിനെ കണ്ടു, മാനെ കണ്ടു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടിങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ കാട്ടുകൾ കുറച്ച് ഞങ്ങൾ പോയി. മറയൂർ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് മാനിനെ കണ്ട് കാട്ടുപോത്തിനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വന്ന് മറയൂർ ടൗണിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാം കേട്ടോ. അതൊന്നും നോക്കിക്കോ. ഞങ്ങൾ ജനകീയ ഹോട്ടലാണ് കയറിയത്. ജനകീയ ഹോട്ടലിൽ ഇച്ചിരി സീനാണ്. അപ്പോൾ എന്തായാലും അവിടുന്ന് ഭക്ഷണമൊക്കെ അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്കെല്ലാം മറയൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്താ വെച്ചാൽ മറ്റേ ഈ ശർക്കര ഉണ്ടല്ലോ, മറയൂർ ശർക്കര എന്നൊക്കെ കേട്ടിട്ടില്ലേ. മറയൂർ ശർക്കര ഫാക്ടറികളാണ്, വഴി നീള ഫാക്ടറികളാണ്. അപ്പോൾ അവരുടേതായ കരിമ്പൻ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കരിമ്പെല്ലാം നിറഞ്ഞ് ആന കരിമ്പൻ കാട്ടിക്കീരെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കരിമ്പൻ കാടൊക്കെ നിറഞ്ഞ് നല്ല സെറ്റായിട്ട് നിൽക്കുന്നത് അതൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ മൊത്തം നിരന്ന പ്രദേശം, നമ്മളൊക്കെ അവിടെ ഇടുക്കി പോലൊന്നും അല്ല കേട്ടോ, ഭയങ്കര അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിരന്ന പ്രദേശങ്ങളാണ്. അതിലെല്ലാം ഈ കരിമ്പൻ തോട്ടത്തിൽ കൂടെയും അതിൻ്റെ ആ ശർക്കര ഉണ്ടാകുന്ന കമ്പനിയുടെ ഇടയ്ക്ക് കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ബാക്കി നമുക്ക് എന്തായാലും സ്ട്രെയിറ്റ് കാന്തൂർ പിടിക്കുകയാണ്. നമ്മൾ ഒരിടത്തും നിർത്തുന്നില്ല. ബാക്കി കാഴ്ച നമ്മൾ കാന്തൂർ ചെന്നിട്ട് പിടിക്കാം. അപ്പം നമ്മളങ്ങനെ കാന്തല്ലൂർ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫോണും കാര്യങ്ങളെല്ലാം ഓഫായി, ഒരു ഡിവൈസും ഒരു രക്ഷയിൽ, ആകെപ്പാടെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ആ ഫോണിലൊരു 30% ചാർജ് ഉണ്ട്. അതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഈ ഭ്രമരം ഷൂട്ടിംഗ് പോയിൻ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത്രയും ഒരു വൈബായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വെയിലായതുകൊണ്ടായിരിക്കും, ചിലപ്പം മോർണിംഗിലും മറ്റേ ക്ലൗഡ് ബെഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു, അതെനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് റൂമിൽ പോയിട്ട് മറ്റേ ഡിവൈസെല്ലാം സ്കാൻ ചെയ്ത് ചാർജ് ചെയ്ത് നമുക്ക് ബാക്കി പരിപാടി.
അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ എന്തായാലും തുറന്നു പറയാൻ പോവുകയാണ്. വേറൊന്നുമില്ല, ഞങ്ങളുടെ മനോഹരമായ കുടുംബജീവിതം തുടങ്ങിയിട്ട് 2 വർഷം തികയുകയാണ് ഇന്ന്. അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കൂട്ടുകാരെല്ലാം വന്നായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ വെച്ച് നടത്താമെന്ന് വിചാരിച്ചു. അത് അങ്ങനെ പുറത്തേക്ക് ചാടി. അപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുന്നു. ಅಭಿನಯ ಹೇಳ ಬೋಲ రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి ఫ్యామిలీ మరి చక్కటి తెరపోదు నిండు അപ്പം നമ്മൾ രാവിലെ തന്നെ നമുക്ക് പറ്റുന്ന പോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ സമയത്ത് തന്നെ ഇറങ്ങിട്ടോ. രാത്രി ഇത്തിരി ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി താമസിച്ചു. ഓക്കെ, അത് ഒരു വലിയൊരു പ്രശ്നം തന്നെയായി തോന്നി. ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സിറ്റിയിലേക്ക് ഔട്ടറിലേക്ക് ഇറങ്ങി. നമ്മൾ തോട്ടങ്ങളാണ് തപ്പിയത്. ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കാന്തല്ലൂർ പൊതുവേ അതിൻ്റെ എല്ലാം ഒരു ഏരിയ ആണല്ലോ. നമ്മൾ ഇറങ്ങി ഒരു 2-3 തോട്ടങ്ങളിൽ പോയിട്ട് അവിടെ ഒന്നും ജസ്റ്റ് ആ പ്ലാന്റേഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വിളവെടുപ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ കായ്കൾ വന്ന സെറ്റപ്പ് ആ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അവസാനം നമ്മൾ തപ്പിപ്പിടിച്ച് അവിടുത്തെ കടകളിലെല്ലാം ചോദിച്ച് അവസാനം നമ്മളൊരു സ്ട്രോബെറി തോട്ടം ചെറുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെറിയൊരു തോട്ടം കേട്ടോ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അതെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പോവാം, അവിടുത്തെ സ്ട്രോബെറിയൊക്കെ ടേസ്റ്റ് ചെയ്തൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി തോട്ടം കാണാൻ വന്നാണെന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞ് നമ്മളങ്ങനെ കയറി. അവിടെ പാസുകളുണ്ട്, ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നുമില്ല. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തോണം. കയ്യിൽ ക്യാഷായിട്ട് തന്നെ പൈസ കൊണ്ടുപോകണം. ഗൂഗിൾ പേ പരിപാടി സംവിധാനം അവിടെ നടക്കില്ല. അപ്പം നമ്മൾ ടോം സാറിൻ്റെ ക്യാഷ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരുടെയും അക്കൗണ്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ടോം സാർ തന്നെ പേ ചെയ്ത് കയറി അവിടുത്തെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം നമ്മുടെ ടോമിൻ്റെ അമ്മയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അവരോടൊക്കെ. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ, നമ്മുടെ നാട്ടിൽ നടക്കുമോ, നമ്മുടെ നാട്ടിൽ നട്ട് വളർത്താൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളത്. അപ്പം അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞത് മറ്റേ ക്യാരറ്റിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മുടെ ആ ടൈമിൽ ഇവിടെ ചെയ്യുന്നതാണ്. ഇപ്പം ഈ വരൾച്ച സമയമാണല്ലോ, ഭയങ്കര ചൂടല്ല. നമ്മുടെ സാധാരണ പോലെ അല്ല, നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ചൂടാണ്. ആ സമയത്തൊക്കെ അത് നടപടി ആവില്ല എന്നുള്ള കാര്യം അവരും പറയാതെ പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്ട്രോബെറി തോട്ടം, നമ്മൾ ചെറിയൊരു സ്ട്രോബെറി തോട്ടം കിട്ടി, അവിടുന്ന് കണ്ടു. തോട്ടത്തിനകത്ത് നടന്ന് അവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ സ്ട്രോബെറി കുറച്ച് പറിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അതിൽ ഞങ്ങൾ അത്യാവശ്യം കേസ് പിടിച്ചു. അപ്പം
അത്യാവശ്യം കേസ് പിടിച്ചു. അപ്പം അവിടെ നിന്ന് നമ്മൾ നോക്കിയപ്പം നമ്മൾ ദൂരത്തായിട്ടൊരു അമ്പലം കണ്ടു കേട്ടോ, ഒരു പഴയ അമ്പലം. എന്താണ് അവിടുത്തെ സംവിധാനം എന്ന് എന്തായാലും ആ ചേച്ചി, നമ്മുടെ ഒരു ചേച്ചി ഉണ്ട്, ആ സ്ട്രോബറി തോട്ടത്തിൽ ചേച്ചി ഉണ്ടെന്ന്, ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ആട്ടെ, ഒരു കാടിനകത്ത് ആ അമ്പലം ഇരിക്കുന്നത്, എന്നാൽ പിന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണല്ലോ നമ്മുടെ യാത്രകളെ മനോഹരമാക്കുന്നത്. അപ്പോൾ എന്തായാലും അതുകൂടെ കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചു നമ്മൾ നേരെ അങ്ങോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് കുറച്ച് ശകലം ലേറ്റ് ആയി പോയി, കാരണം അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കും. ഹനുമാൻ സ്വാമിയുടെ അമ്പലം കേട്ടോ, നല്ല പഴക്കമുണ്ട്. അവർ കല്ലിങ്ങനെ പാറക്കല്ല് വെച്ചിട്ട് ആ പാറക്കല്ലിൻ്റെ ഇടയ്ക്കാണ് പ്രതിഷ്ഠ വെച്ചിട്ട് അവർ ആരാധിക്കുന്നത്. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. വീഡിയോ അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നമുക്ക് കാന്തല്ലൂരിൽ തിരിച്ച് പോരുന്ന വഴിക്കെല്ലാം കുറച്ച് വാട്ടർഫോൾസ് ഉണ്ട്. അത് 2-3 സ്പോട്ടുകൾ ഞങ്ങൾ പോയി. അവിടെയൊന്നും വെള്ളമൊന്നുമില്ല, ആകെ ശോകമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും വീഡിയോയിലായിട്ടൊന്നും എടുക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിട്ടൊരു വാട്ടർഫാൾസ് ഉണ്ടല്ലോ, ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഉള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം റീൽസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. ആ ഒരു വൈബ് വെച്ചിട്ട് ഞങ്ങളും ആ വഴി തന്നെ പോകാൻ തീരുമാനിച്ചു. ആ വഴി കയറി അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോകാമെന്ന് വെച്ചു. അതിൽ തന്നെ ചാടി കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു, അവിടെ ഷോ പോയി. അപ്പോൾ നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് വന്ന് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൂടെ എന്താണെന്ന് നോക്കിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ നിർത്തിയില്ല. നമ്മൾ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു എന്താ സംഭവം, എന്താ എന്തെങ്കിലും മേളിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം സീസൺ ടൈമല്ല, അപ്പം അതിൻ്റേതായ ഒരു
വ്യൂ കുറവൊക്കെ കാര്യങ്ങളും മുകളിലുണ്ട്. അപ്പോൾ അവർ ഇലക്ട്രിക്കൽ വണ്ടി ഉണ്ടാവും അറിയില്ല, അവർ അതിൽ വെച്ചിട്ട് മുകളിൽ മറ്റേ കാടെല്ലാം ചുറ്റി കാണിക്കുന്നൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 6 പേർക്ക് ചോദിച്ചപ്പോൾ 3000 രൂപ അടുത്ത റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ സീസൺ ടൈമൊന്നും അല്ല, മുകളിലൊന്നും കാണാനില്ലെങ്കിൽ പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളത് ഒഴിവാക്കി. എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാമെന്ന് വെച്ചു. സമയം ഏകദേശം ഒരു 5 മണി, ഒരു 6 മണി ആ ഒരു ടൈം എത്തിയിരിക്കുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂറോളം യാത്ര ഇനി വീട്ടിലേക്കുണ്ട്. ഇന്നലെ ഇറങ്ങിയതായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വേനൽക്കാല ടൈമിൽ ഈ മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ ഈ സ്ഥലങ്ങളിലേക്ക് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം റൈഡ് ചെയ്യാന്നുള്ളൊരു ഒന്നല്ലാതെ നമുക്ക് ക്ലൗഡ് ബെഡ് അല്ലെങ്കിൽ ആ തണുപ്പിലെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സംവിധാനങ്ങളൊന്നും നമുക്കിവിടുന്ന് എന്തായാലും കിട്ടില്ല. അത് നിങ്ങൾ ആ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ആ തണുപ്പിൻ്റെ സമ്മർ ടൈമായിട്ട് നമ്മുടെ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ശരിക്കുള്ള മൂന്നാർ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു വിശേഷ ദിവസം കൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും അടിച്ചു പൊളിച്ച് അത്യാവശ്യം മൂന്നാറും കാന്തല്ലൂരൊക്കെ കറങ്ങി തിരിച്ച് എന്തായാലും പോന്നു. എന്തായാലും ഞങ്ങൾ പോരുന്ന വഴിക്കെല്ലാം ഞങ്ങൾ പറഞ്ഞതും എല്ലാം ഞങ്ങൾ ഉറപ്പിച്ചൊരു കാര്യങ്ങളുണ്ട്. എന്തായാലും സീസൺ ടൈമിൽ കാന്തല്ലൂർ കയറും, മറയൂർ, കാന്തല്ലൂർ എന്തായാലും കയറും, വട്ടവടയും കയറും. അപ്പം എന്തായാലും അത് ഉറപ്പായിട്ട് ഞങ്ങൾ ഈ കാന്തല്ലൂർ, മറയൂർ, കാന്തല്ലൂർ, വട്ടവട എല്ലാം വീഡിയോകളായിട്ട് ഡീറ്റെയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. കഴിഞ്ഞ ഇടയ്ക്ക് ട്രിപ്പോണിക്കിൻ്റെ വലിയൊരു സാധനം